ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ചെറിയ 60 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ലെൻസാണ്. ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൗന്ദര്യം കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നതാണ്. 60 രൂപയാണ് ഇതിൻ്റെ വില. ഇത് അധിക നേരം കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണെരികയും പിന്നീട് അത് വലിയ തലവേദന ഉണ്ടാക്കുകയും ആ തലവേദന തുടർന്ന് കാഴ്ചയടക്കം ബാധിക്കുന്നു എന്നാണ് ഈ ഡ്രഗ് കൺട്രോൾ ബോർഡ് പറയുന്നത്. ഇത് സുലഭമായി നമ്മുടെ കടകളിൽ ലഭ്യമാകുന്നുണ്ട്. കുട്ടികളടക്കം, അതായത് കോളേജ് വിദ്യാർത്ഥികളടക്കം ഇത് വാങ്ങി കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. രണ്ടാമത് കാണിക്കുന്നത് ഒരു എഗ് ഷാമ്പു ആണ്. ഇത് കോഴിമുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ച് കിട്ടുന്ന എഗ്ഗിൻ്റെ ഷാമ്പു. ഇത് ഉപയോഗിച്ചാൽ തലമുടി തഴച്ചു വളരും, തലമുടിക്ക് നല്ല ഉറപ്പ് കിട്ടുമെന്നൊക്കെ വാഗ്ദാനം നൽകുന്നത്. ഗുജറാത്തിൽ എവിടെയോ നിർമ്മിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള ലൈസൻസും ഇതിനൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഡ്രഗ് കൺട്രോൾ ബോർഡ് പറയുന്നത്. അതോടൊപ്പം തന്നെ മിൽക്കിൻ്റെ ഫേസ് ഷാമ്പു, ഇത് മുഖത്ത് പുരട്ടുന്നതാണ്. മിൽക്കാണെന്നാണ് പറയുന്നത്. മുഖത്ത് പുരട്ടി 15 മിനിറ്റോളം വെക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകണമെന്നാണ് പറയുന്നത്. ഇതിനും ഡ്രഗ് കൺട്രോൾ ബോർഡ് പറയുന്നത് ഒരു തരത്തിലുള്ള ലൈസൻസും നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ആളുകൾ ഉപയോഗിക്കുക. ഇത് മറ്റൊരു സാധനം, ഇത് ഇപ്പോഴത്തെ സലൂണുകളിലൊക്കെ കിട്ടുന്ന ഒരു ഫേഷ്യലിൻ്റെ ക്രീമാണ്, ഗോൾഡൻ ഫേഷ്യൽ ക്രീമാണ്. ഇത് തേച്ച് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ഈ ഇതര അതിഥി തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ബാർബർ ഷോപ്പുകളിലൊക്കെ ഉള്ളത്. അവിടെ 350 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ക്രീമാണ്. ഒരു നിലവാരവുമില്ലാത്ത ക്രീമാണ്. ഇത്തരത്തിലുള്ള ക്രീമുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലുള്ള പല ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടി പാർലറുകളിലും ഉപയോഗിക്കുന്നത് എന്നാണ് ഡ്രഗ് കൺട്രോൾ ബോർഡ് പറയുന്നത്. ഒരു തരത്തിലുള്ള ലൈസൻസും ഇതിന് അനുവദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ വാങ്ങുകയും ചെയ്യുന്നത് ഏകദേശം 20,000-ലധികം പ്രോഡക്റ്റുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിൽ വ്യവസായം പോലെ നിർമ്മിക്കുന്ന പലതുമാണ്. നമുക്ക് വാട്സപ്പിലെ റീൽസിലൊക്കെ കാണാവുന്നതാണ്. ലിപ്സ്റ്റിക്കൊക്കെ നിർമ്മിക്കുന്നത് ഒരു തരത്തിലുള്ള ഗുണനിലവാരവുമില്ല. അത് ചുണ്ടിൽ തേക്കുകയാണെങ്കിൽ ചുണ്ടടക്കം പൊള്ളുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിച്ച ലെൻസ് ഏറ്റവും ഗുരുതരമാണ്. അതാണ് ആദ്യം കാണിക്കേണ്ടതെന്നാണ് നമ്മളോടത്ത് ഡ്രഗ് കൺട്രോൾ ബോർഡ് പറയുന്നത്. കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അത്തരത്തിൽ ഓരോരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായ വിദഗ്ധരുടെ കുറിപ്പടി കൊണ്ട് വാങ്ങി അത് ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുക. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വാങ്ങണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു നിലവാരമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് മുഖവും നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചെറുത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അതുകൊണ്ട് ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഡോക്ടർ അരുൺകുമാർ.